നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്ത് നിന്ന് തുടങ്ങാം. നോക്കൂ, ഈ ഉയർന്ന താരിഫ് ഏർപ്പെടുത്തി ഭാരതത്തെ അങ്ങ് വീർപ്പ് മുട്ടിക്കാമെന്ന് വ്യാമോഹിച്ചിരുന്നുവല്ലോ ട്രംപ്. ഇന്നിപ്പോൾ ചില ലേഖനങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ ട്രംപിൻ്റെ തീരുവ എന്നാണ്. അപ്പോൾ തീരുവയ്ക്ക് ബജറ്റിലൂടെ പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അതായത് തീരുവയ്ക്ക് ബജറ്റിലൂടെ ഒരു മറുപടി, കൂടുതൽ ശക്തമായ ഒരു മറുപടി നൽകാനുള്ള സാധ്യത കാണുന്നുണ്ടോ എന്നാണ്. തീർച്ചയായും ഇതിൻ്റെ ഒരു സാധ്യത നമ്മൾ കണ്ടുകൂടായികയില്ല. കാരണം നമ്മൾ രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ, പ്രത്യേകിച്ച് വലിയൊരു കുത്തക ഭീമൻ രാജ്യം വലിയൊരു തീരുവ ഏർപ്പെടുത്തിയ സമയത്ത് പല ആളുകളും, നമ്മുടെ രാജ്യത്തിലെ പല ആളുകളും, പല പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ വലിയ സന്തോഷം കൊണ്ടു. നമ്മുടെ രാജ്യം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും, അത് നരേന്ദ്രമോദിജിയുടെയും ധനകാര്യമന്ത്രിയുടെയും ഒക്കെ തലയിലിടാം എന്ന് കരുതിയത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, വളരെ പുഞ്ചിരിച്ചുകൊണ്ട് വലിയൊരു യുദ്ധത്തിന് പോകാതെ ഈ രാജ്യത്തിൻ്റെ സുസ്ഥിരമായ വികസനത്തെ മുൻനിർത്തിക്കൊണ്ട് വളരെ ശാസ്ത്രീയമായിട്ടാണ് നമ്മൾ അതിനെ നേരിട്ടത്. ആ നേരിട്ടതിൻ്റെ ഫലമായിക്കൊണ്ട് അതിന് പ്രാഥമികമായിട്ട് ബഡ്ജറ്റിനകത്ത് ഇത്തരത്തിലുള്ളൊരു പദ്ധതി വന്നില്ലെങ്കിൽ പോലും അതിനെ നേരിട്ടുകൊണ്ട് വലിയ രീതിയിലേക്ക് മുന്നേറ്റം നടത്താൻ നമ്മുടെ രാജ്യത്തിന് സാധിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ രാജ്യത്തിനെ അവഗണിച്ചു കൊണ്ടുപോകാൻ ഇന്ന് ഒരു ലോകരാഷ്ട്രത്തിനും സാധിക്കില്ല. അത് യൂറോപ്യൻ യൂണിയൻ ആയിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, ഏതൊരു രാജ്യത്തിനായിക്കോട്ടെ. കാരണം സാമ്പത്തികം ഒന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് 125 കോടി ജനങ്ങളുടെ മാൻ പവർ നമ്മുടെ രാജ്യത്തിനകത്തുണ്ട്. വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ ലോകത്തിൽ തന്നെ ഏറ്റവും ബുദ്ധിമാന്മാരായിട്ടുള്ള യുവാക്കളുടെ നിരയുള്ളത് നമ്മുടെ രാജ്യത്താണ്. ആകെ യുവതയുടെ 32% നമ്മുടെ രാജ്യത്താണ്. അതുപോലെ കർമ്മധീരരായിട്ടുള്ള, ലോകത്തിന് പട്ടിണി കിടക്കാതെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ രാജ്യത്തിന് കർഷകന്റെ കഠിനാധ്വാനമുണ്ട്. ആയിക്കോട്ടെ, ടെക്നോളജി ആയിക്കോട്ടെ, എല്ലാ മേഖലയിലും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള വലിയ രീതിയിലുള്ള മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഭൗതിക മേഖലയിലുള്ള നമ്മുടെ വികാസം, ഒന്ന് ഇന്ത്യൻ ചെറുപ്പക്കാരുടെ ബുദ്ധി, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള ഭൗതികമായിട്ടുള്ള നിലവാരം ലോകരാഷ്ട്രത്തിൽ ഏതു രാജ്യത്തേക്കാൾ വലിയ മുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മാൻ പവറും സാമ്പത്തിക മേഖലയിലെ സുസ്ഥിരതയും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഉൽപ്പാദനവും എല്ലാം തന്നെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു വീര പരിവേഷം നമ്മുടെ രാജ്യത്തിന് നൽകാൻ സാധിച്ചിട്ടുണ്ട്. അതിന് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടത്തിൻ്റെ ഇടപെടലാണ്. നേരത്തെ തുടക്കത്തിൽ നമ്മുടെ കോൺഗ്രസ് പ്രതിനിധി സൂചിപ്പിച്ചു, മൻമോഹൻ സിംഗിനെ അദ്ദേഹം പരാമർശിച്ചു. അദ്ദേഹം ഒരു ധനകാര്യമന്ത്രിയായിരുന്നു എന്നത് സത്യമാണ്. അദ്ദേഹം ഒരു ധനകാര്യ മേഖലയിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച വ്യക്തിത്വമാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പോളിസികൾ പലതും പരാജയമായിരുന്നു. മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിലെ ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതിയിലേക്ക് ഈ രാജ്യം മാറിയത്. ഇവിടുത്തെ എല്ലാ പദ്ധതികളും അഴിമതിയായിരുന്നില്ലേ? നോക്കൂ, ലോകത്തിൽ അന്ന് ടെക്നോളജി മേഖലയിൽ റെവല്യൂഷൻ നടക്കുന്ന സമയത്താണ് 2Gയും സ്പെക്ട്രവും അഴിമതി ഉണ്ടാകുന്നത്. ആ അഴിമതി എങ്ങനെയാണ് ഈ സർക്കാർ കാലഘട്ടത്തിൽ എത്രമാത്രമാണ് ഈ രാജ്യത്തെ പിടിച്ചുലക്കിയത്? എവിടെയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ തൊട്ട് ഇടനിലക്കാർ തൊട്ട് മുഴുവൻ ആളുകൾ കറപ്ഷൻ ഇന്ത്യയായിരുന്നു. നിങ്ങൾ നോക്കണം, ഇന്ത്യ എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ഈ കൊള്ളക്കാരുടെയും കള്ളപ്പണക്കാരുടെയും ഒക്കെ ഒരു രാജ്യമായിരുന്നു. അവിടെ നിന്ന് നമ്മുടെ എക്കണോമിക് സിസ്റ്റത്തെ ഇവർ നോട്ട് നിരോധനം വന്ന സമയത്ത് പറഞ്ഞ് ഈ രാജ്യം ആകെ തകർന്നു തരിപ്പണമായി. നോട്ട് നിരോധനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത്. നോട്ട് നിരോധനം പോലെയുള്ള വലിയ തീരുമാനത്തിൽ നിന്ന് രാജ്യത്ത് വലിയൊരു ശുദ്ധീകരണ പ്രക്രിയ നടന്നപ്പോൾ കൃത്യമായ ഒരു ക്ലീൻ എക്കണോമി ഇന്ത്യക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതത്തിൻ്റെ സ്ഥാനം ഇത്രമാത്രം പവർഫുള്ളായി നിൽക്കാനുള്ള കാരണം. ഇപ്പോൾ നേരത്തെ നമ്മളുടെ വലിയ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയുടെ ഒരു വലിയൊരു വാക്കാണ് ഈ പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരം വലിയ രീതിയിൽ ഉണ്ട് എന്ന് നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അന്തരത്തിന് ആരാണ്? ഈ രാജ്യത്ത് 18 വർഷം, അതായത് 6 വർഷത്തെ വാജ്പേയിയുടെ ഭരണവും ഇപ്പോൾ 12ാമത്തെ വർഷത്തിലേക്കാണ് നമ്മുടെ മോദിജിയുടെ ഭരണവും പോകുന്നത്. 18 വർഷത്തിനപ്പുറത്ത് ഈ രാജ്യം ഭരിച്ചു മുടിച്ചത് എക്കണോമിക് സിസ്റ്റം ഇല്ലാത്ത കോൺഗ്രസ് ഭരണകൂടങ്ങളാണ്. ആ കോൺഗ്രസ് ഭരണകൂടങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ഇത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കാനുള്ള കാരണം, അതിദാരിദ്ര്യന്മാരുണ്ടാകാനുള്ള കാരണം, ഈ രാജ്യത്ത് അതിസമ്പന്നന്മാരുണ്ടാകാൻ ബഡ്ജറ്റ് ചോർത്തി കൊടുത്തുകൊണ്ട് അതിസമ്പന്നന്മാരെ സൃഷ്ടിക്കുന്ന പോളിസിയാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. അതിൽ നിന്ന് ഈ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ തുടങ്ങിയത് ഈ പറയുന്ന നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ്. കൃത്യമായി ഒരു വിവരം പോലും ചോരാതെ അതിൻ്റെ ആധികാരികതയെ ഒരു തരത്തിലും ചോദ്യം ചെയ്യാതെയുള്ള ഒരു ബഡ്ജറ്റ്. അതും മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എന്നാണ് നേരത്തെ സുഹൃത്ത് പറഞ്ഞത്. എൻ്റെ സുഹൃത്തെ, നിങ്ങൾ മനസ്സിലാക്കുക, 10 വർഷം കൊണ്ട് 4.92 കോടി വീടുകളാണ് സർവ്വസാധാരണക്കാരനും ചെയ്തത്. അവൻ സാമ്പത്തികത്തെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ അവന് വീട് വേണം, അവന് ഭക്ഷണം വേണം, അവന് വെള്ളം വേണം. അതിനപ്പുറത്തേക്കല്ല,
പ്രാഥമികമായി ഉണ്ടാക്കി കൊടുക്കേണ്ട അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യങ്ങൾക്കാണ് പ്രഥമ പരിഗണന നൽകിയത്. അതായത് 4.92 കോടി വീടുകൾ എന്ന് പറഞ്ഞാൽ 20 കോടി ജനങ്ങളാണ് വീട്ടിൽ കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഈ രാജ്യത്തിന്റെ ഇത്തരത്തിലൊരു സ്ഥിതി ഉണ്ടാക്കിയത് ആരാണ്? ഈ പറയുന്ന വലിയ എക്കണോമിക് ആയിട്ടുള്ള വലിയ സൂപ്പർമാനായിരുന്ന മൻമോഹൻ സിംഗിന്റെ സമയത്ത് ഈ സർവ്വസാധാരണക്കാരായ ജനങ്ങൾക്ക് വീട് വീട്ടിൽ കൊടുക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമായിരുന്നോ? സർവ്വസാധാരണ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? അന്നും ഈ ബഡ്ജറ്റിന്റെ ഗുണഭോക്താക്കളായിട്ട് മാറിയിരുന്നത് വലിയ വലിയ കുത്തക മുതലാളിമാരായിരുന്നു. ഈ പറയുന്ന ഒരു ഇന്ത്യൻ എക്കണോമിക് സിസ്റ്റത്തെ വൻകിട കുത്തക മുതലാളിമാരുടെ കൈകളിലേക്കായിട്ട് അവരുടെ സ്വത്ത് ഒരു ഭാഗത്തേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന തീരുമാനങ്ങൾ എടുത്തത് ഈ മൻമോഹൻ സിംഗിന്റെയും കോൺഗ്രസ് ഭരണകൂടത്തിന്റെയും ഒക്കെ തെറ്റായ തീരുമാനങ്ങളുടെ ഭാഗമായിരുന്നു. ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണക്കാരുടേത് മാത്രമല്ല, ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങൾ തൊട്ട് ഏറ്റവും ഉപരിവർഗം വരെയുള്ള ആളുകൾക്ക് അതിന് ഗുണം കിട്ടുന്ന രീതിയിലേക്ക് ശാസ്ത്രീയമാക്കി മാറ്റിയത് മോദി സർക്കാർ വന്നത് ശേഷമാണ്. ബഡ്ജറ്റ് വിഹിതത്തിൻ്റെ 32% അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വികാസത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന ഒരു സർക്കാരാണ്. നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തിൽ തന്നെ ലോകരാഷ്ട്രങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉൾക്കൊള്ളുന്ന ഇൻഷുറൻസ് പദ്ധതി ആയുഷ്മാൻ പദ്ധതി, ആ പദ്ധതി ലോകരാജ്യങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? അതോടൊപ്പം തന്നെ നിങ്ങൾ നോക്കണം, ജനൌഷധി പോലെയുള്ള പാവപ്പെട്ടവൻ വലിയ രീതിയിലുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നുകൾ വളരെ ചീപ്പ് റേറ്റിന് സർവ്വസാധാരണക്കാരെ കിട്ടുന്ന ജനൌഷധി കേന്ദ്രങ്ങൾ തുടങ്ങിയത് ഈ സർക്കാർ വന്നതിന് ശേഷമാണ്. അപ്പം അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഈ രാജ്യത്തിന് വികാസം ഉണ്ടാകുമെന്ന് ഉറച്ച പദ്ധതിയും പ്ലാനും കേന്ദ്ര സർക്കാരിനുണ്ട്. അതുകൊണ്ട് അടിസ്ഥാന ജനവിഭാഗത്തിന് കൃത്യമായിട്ടുള്ള പദ്ധതികൾ, ഇപ്പോൾ മുദ്ര ലോൺ അടക്കം ഏറ്റവും കൂടുതൽ കിട്ടുന്നതാണ് അടിസ്ഥാന ജനവിഭാഗത്തിനാണ്. MSME പ്രോജക്റ്റുകളുടെ ഗുണഭോക്താക്കളായി വരുന്നത് അടിസ്ഥാന ജനവിഭാഗങ്ങളാണ്. എത്താം. കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് ഒരിക്കൽ കൂടി പോകുകയാണ്. ശ്രീ തൗഫീഖ് രാജൻ, ഇപ്പോൾ ഓരോ വിഷയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ മുൻപ് നമ്മുടെ രാജ്യത്ത്, അതായത് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുന്നത് വരെ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന എയർപോർട്ടുകളുടെ എണ്ണം 70. കഴിഞ്ഞ 10 വർഷം കൊണ്ട് അത് 140 അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഏതാണ്ട് 70 വർഷക്കാലം വിവിധ സർക്കാരുകൾ ഭരിക്കുമ്പോൾ ഉണ്ടായിരുന്ന എയർപോർട്ടുകളുടെ എണ്ണം 70 ഒരു സർക്കാർ മാത്രം ഏതാണ്ട് 140 എന്ന റേഞ്ചിലേക്ക് അതിനെ എത്തിക്കുന്നു. ഒപ്പം വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾ നമ്മുടെ നാട്ടിൽ ഓടിത്തുടങ്ങിയിരിക്കുന്നു. അത് 2014 ശേഷം ലോകത്ത് രൂപപ്പെട്ട ട്രെയിൻ സംവിധാനമല്ലത്. അതായത് രാജ്യത്തെ ആധുനികവൽക്കരിച്ചതും അതിപ്പോൾ അത്യാധുനിക നിലയിലേക്ക് മാറുന്നതും ഒരേ സർക്കാരിന്റെ കാലത്താണ്. അപ്പോൾ അത്തരം ട്രെയിനുകൾ നമ്മുടെ നാട്ടിൽ ഓടിത്തുടങ്ങുന്നു. ഇനിയും ഗ്രാമീണ മേഖലകളിലേക്ക് വളരെ സാധാരണക്കാരനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജന 4 കോടി വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. മുൻപും ഭവന പദ്ധതികൾ ഉണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇത്രയധികം ഭവനങ്ങൾ ഒരു സർക്കാർ, അതായത് ഒരു പ്രധാനമന്ത്രിയുടെ കീഴിൽ നിർമ്മിച്ച് നൽകിയിട്ടില്ല. അതും റെക്കോർഡാണ്. അപ്പോൾ എങ്ങനെയാണ് ശ്രീ തൗഫീഖ് രാജൻ ഇത് സാധാരണക്കാരനെ ഇതൊന്നും എഫക്റ്റ് ചെയ്യുന്നില്ല, ഇതെല്ലാം കുത്തക മുതലാളിമാർ മാത്രം കൊണ്ടുപോവുകയാണ് എന്ന ആരോപണത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി അമൃത് ഭാരത് ട്രെയിനുകൾ ശീതീകരിക്കാത്ത എന്നാൽ വന്ദേ ഭാരതിന് സമാനമായ സൗകര്യങ്ങളുള്ള ട്രെയിനുകളും വന്നു, അതും കേരളത്തിന് നൽകിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട, അങ്ങ് ഗൗതം ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ വന്നാൽ ഇവിടെ ഏത് തലത്തിലേക്കാണ്, ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ മുൻപ് സൂചിപ്പിച്ചു, എല്ലാ തലത്തിലുമുള്ള ആളുകളെ ചേർത്ത് പിടിക്കുമ്പോഴാണ് ഇവിടെ പ്രിൻറ്റു സൂചിപ്പിച്ച ബഡ്ജറ്റ് എന്ന് പറയുന്നത് പണക്കാരനും ഇല്ലെങ്കിൽ കോർപ്പറേറ്റുകളെ മാത്രമല്ല സാധാരണക്കാർക്കും കൂടി വേണ്ടിയിട്ടാണ്. ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഒരു രാജ്യത്ത് ഒരു ബഡ്ജറ്റ് ഉണ്ടാവേണ്ടത്, ഒരു രാജ്യത്ത് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ആർക്കൊരു തർക്കത്തിൻ്റെ സംശയത്തിൻ്റെ ആവശ്യമില്ല. അത് NDAയുടെ ധനമന്ത്രിക്ക് മാത്രമല്ല, എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കത്തിൻ്റെ സംശയത്തിൻ്റെ ആവശ്യമില്ല. അതിനപ്പുറത്തേക്ക് അങ്ങോട്ട് സൂചിപ്പിച്ചു എത്തരത്തിലാണ് സാധാരണക്കാരിലേക്ക് ഗുണമെത്തിക്കുന്നത്. ഉദാഹരണമായി ഞാൻ മുൻപ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്താണ്? പാവപ്പെട്ടവരെ സാമ്പത്തികമായി മുന്നോട്ട് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തണം, പാവപ്പെട്ടവരെ സാമ്പത്തികമായി മുന്നോട്ട് കൊണ്ടുവരാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമായിരുന്നു, അതിന് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പദ്ധതിയാണ് ഈ രാജ്യത്ത് അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏത് പദ്ധതിയാണ് അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്? അത് മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ അവതരിപ്പിച്ച ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന, ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാക്കാൻ കഴിയുന്ന ഒരു പദ്ധതി എന്ന് വിലയിരുത്തപ്പെടുന്ന, വലിയ രീതിയിലുള്ള മെച്ചങ്ങൾക്ക്, വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾക്ക് ഇടവരുത്തിയ ഒരു പദ്ധതിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പാവപ്പെട്ടവനെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതിൻ്റെ മറ്റു രൂപത്തിൽ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ബഹുമാനപ്പെട്ട BJP പ്രതിനിധി ഇവിടെ വ്യക്തമാക്കുന്നത്, ശ്രീ പ്രിൻറ്റു മഹാദേവ് വ്യക്തമാക്കുന്നത്. അങ്ങനെയല്ല പ്രിൻറ്റു, അതിൻ്റെ രൂപവും ഭാവവും ആകെ
മാറുന്ന സാഹചര്യമുണ്ടായി. അതിന് അലോട്ട് ചെയ്തിരിക്കുന്ന ഫണ്ടിൻ്റെ കാര്യത്തിൽ ഗണ്യമായ തരത്തിൽ ആ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യമുണ്ടായി. ആ ഇടപെടൽ നടത്തിയത് ഈ കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാക്കിയ സാധാരണക്കാരൻ്റെ കയ്യിലേക്ക്, അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ കയ്യിലേക്ക്, ഈ രാജ്യത്തെ പാവങ്ങളുടെ കയ്യിലേക്ക് നേരിട്ട് പണം എത്തുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള വലിയ വിഷനോടുകൂടി, വലിയ ദീർഘവീക്ഷണത്തോടുകൂടി ആവിഷ്കരിച്ചൊരു പദ്ധതിയുടെ അസ്തിത്വം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ, ആ പദ്ധതിയെ തന്നെ തച്ചു തകർക്കുന്ന തരത്തിൽ ഇടപെടൽ നടത്തിയത് ഈ കേന്ദ്ര സർക്കാരാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഇടപെടലിലേക്ക് പോയത് എന്നതിന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരവുണ്ടോ? ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ പദ്ധതിയുടെ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന ഒരു സമീപനം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലേ? ആ പദ്ധതി മഹാത്മാഗാന്ധിയും ഈ രാജ്യത്തെ ദേശീയ നേതാക്കളും മാത്രമല്ല നിങ്ങളെ അസ്വസ്ഥരാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ രാജ്യത്തെ ജനവിഭാഗങ്ങൾക്ക് ഗുണകരമായി ഇംപ്ലിമെന്റ് ചെയ്ത, ഈ രാജ്യത്തെ സാധാരണക്കാരന് ഗുണകരമായി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ പോലുള്ള ഞാൻ അങ്ങനെ വീണ്ടും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യം, ഈ UPA സർക്കാരിന്റെ കാലത്ത് 10 വർഷക്കാലത്ത് ഇന്ന് കാണുന്ന പലത് വന്നില്ല. അതാണ് ഞാൻ വന്ദേ ഭാരതിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ എയർപോർട്ടിൻ്റെ എണ്ണമോ അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് പോലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതിയോ 80 കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകുന്ന ഗരീബ് കല്യാൺ അന്ന യോജനയോ ഒന്നും നിങ്ങൾ ഈ വാഴ്ത്തിപ്പാടുന്ന മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അതിന് താങ്കൾ ഉത്തരം പറയും. 15 വർഷം മുമ്പുള്ള അവസ്ഥയും 15 വർഷത്തിന് ശേഷമുള്ള അവസ്ഥയും ഒക്കെ വ്യത്യസ്തമാണ്. ജീവിത സാഹചര്യങ്ങൾ മാറുന്നുണ്ട്, ജീവിത നിലവാരം മാറുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങ് 15 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ചെലവാണോ ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ കേരള സംസ്ഥാനത്ത് ഇപ്പോൾ ജീവിക്കേണ്ട? അങ്ങനെയല്ലല്ലോ. സ്വാഭാവികമായിട്ടും കാലഘട്ടത്തിനനുസൃതമായി പേപ്പറിൽ എഴുതുന്ന അങ്ങനെയെങ്കിൽ ഇപ്പൊ ബാങ്ക് അക്കൗണ്ടുകൾ നോക്കുക. ബാങ്ക് അക്കൗണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലാത്തതല്ലല്ലോ. ബാങ്കിൽ എല്ലാവർക്കും അക്കൗണ്ട് ഉണ്ട്. പക്ഷേ ഈ സർക്കാർ വന്നതിന് ശേഷം 50 കോടി ജനങ്ങൾക്ക് നേരിട്ട് സീറോ ബാലൻസിൽ അക്കൗണ്ട് തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ഇടനിലക്കാർ പൈസ തട്ടിക്കൊണ്ടുപോയിരുന്നു. ഇപ്പം അങ്ങനെയല്ല. കേന്ദ്ര പദ്ധതികളുടെ പണം നേരിട്ട് ആളുകളിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടെയാണ്. അപ്പോൾ തൗഫീഖ്, ഈ ബാങ്ക് അക്കൗണ്ട് നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് ലോകത്തെങ്ങും ഇല്ലായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയല്ല. ഈ നോട്ട് നിരോധനം നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ എത്രയോ ലക്ഷം രൂപ ഈ അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്ന് പറഞ്ഞു. അത് എത്തിയായിരുന്നോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്ക് ലഭിച്ചില്ല. അങ്ങനെ പറഞ്ഞില്ല. അത് ഹിന്ദി അറിയാത്ത ആൾക്കാരാണ് ഹിന്ദി അറിയാത്ത ആൾക്കാരെ അങ്ങനെ പറയരുത്. എത്രയോ രൂപ ഈ സാധാരണ നൽകും, നോട്ട് നിരോധനത്തിലൂടെ കള്ളപ്പണം പിടിച്ചെടുത്ത് നൽകുമെന്നൊക്കെ പറഞ്ഞു. ആർക്കും കിട്ടിയതായിട്ട് എന്റെ അറിവിലില്ല. ഏതായാലും അതല്ല അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം. ഞാൻ എന്താണ് സൂചിപ്പിച്ചത്, 15 വർഷത്തിന് മുമ്പുള്ള സാഹചര്യവും 15 വർഷത്തിന് ഇപ്പുറമുള്ള സാഹചര്യവും വ്യത്യസ്തമാണ്. ജീവിത നിലവാരം മാറുന്നു, ജീവിത സാഹചര്യം മാറുന്നു, ഇന്ത്യ രാജ്യത്തെ ജീവിത ചെലവുകൾ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും മാറുന്നതിനനുസരിച്ച് കാലോചിതമായ പദ്ധതികൾ ഉണ്ടാവണം, കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം. ഈ നികുതി വർധനവിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അപ്ഡേഷനുകൾ ഉണ്ടാവണം. സാധാരണക്കാരനെ വേട്ടയാടുന്ന തരത്തിലുള്ള നികുതികൾ ഉണ്ടാവരുത്. പ്രഖ്യാപനങ്ങൾ സ്വാഭാവികമായിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകണം. അങ്ങനെ എല്ലാ തലത്തിലും കാര്യങ്ങൾ വീക്ഷിച്ച ശേഷം മാത്രമേ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാവുള്ളൂ. ഞാൻ അങ്ങ് ഇവിടെ സംസാരിച്ച ഘട്ടത്തിൽ അങ്ങ് ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ എന്താണ് പറഞ്ഞത്, ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുന്നത്? ഈ മണി ഫ്ലോ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. മണി ഫ്ലോ എന്ന് പറയുന്ന ഘടകം ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ മണി ഫ്ലോ രാജ്യത്ത് ഉണ്ടാകുമ്പോഴാണ് സാധാരണക്കാരൻ്റെ കയ്യിലേക്ക് പണം എത്തുക. സ്വാഭാവികമായിട്ടും അതുവഴിയാണ് ഈ രാജ്യത്ത് വികസനം ഉണ്ടാവുക. മണി ഫ്ലോ രാജ്യത്ത് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം 250-300 രൂപയൊക്കെയാണ് ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ചിലപ്പോൾ ഒരാൾക്ക് ലഭിക്കുക. ഇല്ലെങ്കിൽ അത്രയും രൂപ ലഭിക്കുന്ന ഒരു ജോലി ചെയ്യുന്ന ഒരാൾ എന്ന് തന്നെ നമ്മൾ വെക്കുക. അത് സ്വാഭാവികമായിട്ടും ഈ പണം ലഭിക്കുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകൾ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു തലത്തിലേക്കൊന്നും മാറുന്നില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്ന ആളുകളാണ് എന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് ഇവരുടെ കയ്യിൽ എത്തുന്ന പണമാണ് ഈ രാജ്യത്തെ ദൈനംദിന ഇടപെടലിലേക്ക് മാറുന്നത്. അന്നത്തെ മാർക്കറ്റുകളിലേക്ക് എത്തുന്ന ഇത്തരത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുന്ന പണമാണ്. അത്തരത്തിൽ സാമ്പത്തികമായി ഫ്ലോ എത്തണമെങ്കിൽ ഈ സാധാരണക്കാരൻ്റെ കയ്യിൽ പണം എത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു പദ്ധതി തന്നെ ഇല്ലാതാക്കിയിട്ടാണ് ഇവിടെ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. അതിൻ്റെ ഫണ്ട് വെട്ടിക്കുറച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് പറയുന്നത്, ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ നിങ്ങൾ എന്ത് പദ്ധതി, തൊഴിൽ ദിനങ്ങൾ കൂട്ടിക്കൊണ്ട് അവരുടെ തൊഴിൽ സുരക്ഷിതത്വം ഫണ്ട് വെട്ടിക്കുറച്ചോ?
ഫണ്ട് വെട്ടി കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായോ? ഫണ്ട് വെട്ടി കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായോ? തൊഴിൽ ദിനങ്ങൾ കൂട്ടി എന്നൊക്കെ പറയുമ്പോൾ ഫണ്ട് വെട്ടി കുറയ്ക്കുന്ന സാഹചര്യം ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുണ്ടോ? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അസ്തിത്വം തന്നെ ഇല്ലാതാക്കിയിട്ട് മഹാത്മാഗാന്ധിയോടുള്ള അമർഷത്തിന്റെ ഫലമായി ഈ രാജ്യത്തെ രാഷ്ട്രപിതാവിനോടുള്ള അമർഷത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായി അദ്ദേഹം ഈ രാജ്യത്ത് നൽകിയ സംഭാവനകൾ കണക്കിലെടുത്ത് ഇംപ്ലിമെന്റ് ചെയ്ത ഒരു പദ്ധതി തന്നെ ഇല്ലാതാക്കിയിട്ടാണ് ഇത്തരത്തിൽ ഘോരം അങ്ങ് സംസാരിക്കുന്നു എന്നുള്ള കാര്യം അങ്ങ് മറന്നു വെക്കരുത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ, ഈ രാജ്യത്തെ സാധാരണക്കാരനെ ചേർത്ത് പിടിക്കുന്ന പദ്ധതികൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചു. ഇവിടെ അങ്ങ് അപ്പൊ ആ ഘട്ടത്തിൽ പറഞ്ഞു മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ ഇടപെടൽ നടത്തിയില്ല, അതിന്റെ ഫലമാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് ആരാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്? അവർ എന്ത് ഇടപെടൽ നടത്തി? ശരി, മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ അങ്ങ് ഇടപെടൽ നടത്തിയില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഈ കഴിഞ്ഞ 15 വർഷമായി ഇന്ത്യ രാജ്യത്ത് ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ഇത്തരത്തിൽ പണമുള്ളവരും പണമില്ലാത്തവരും തമ്മിലുള്ള അന്തരം കുറയ്ക്കാൻ ഏത് തരത്തിലുള്ള പദ്ധതികളാണ് ഇംപ്ലിമെന്റ് ചെയ്തത്? എന്താണ് അവർ നടത്തിയ ഇടപെടൽ എന്നതിന് ഉത്തരം നൽകാൻ നിങ്ങൾക്ക് കഴിയില്ല. അപ്പൊ ആ ഘട്ടത്തിലാണ് ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പോലുള്ള പദ്ധതികൾ പോലും ഇല്ലാതാക്കിയിട്ട് നിങ്ങൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള വർത്തമാനം പറയുന്നത്. ഇന്ത്യ രാജ്യത്ത് ഈ രാജ്യം മറുപടി പറയട്ടെ. അതെ, ഈ ഒന്ന് മനസ്സിലാക്കുന്ന തൗഫീഖ്, ഈ തൊഴിലുറപ്പ് തൊഴിൽ മാത്രമല്ല, അടിസ്ഥാന ജീവിത തൊഴിൽ അവർ കാർഷിക മേഖലയിലുണ്ട്. കാർഷിക മേഖലയിലെ ഇന്നത്തെ വരുമാനം നിങ്ങളൊന്ന് ചിന്തിക്കൂ സുഹൃത്തെ. മൻമോഹൻ സിംഗ് സർക്കാർ വരുന്നതിന്റെ 5 ഇരട്ടി പണമാണ് ഇവിടുത്തെ ശരാശരി കർഷകന് ലഭിക്കുന്നത്. കാർഷിക മേഖല അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെതാണ്. പദ്ധതി അടിസ്ഥാന ജനവിഭാഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ₹1 വീടില്ലാത്തവരാണെങ്കിൽ പോലും 7 ലക്ഷം രൂപ ഒരു ടാക്സി മേടിക്കാൻ കിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ട് അടിസ്ഥാന ജനവിഭാഗം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാനദണ്ഡ പ്രകാരം ഈ തൊഴിലുറപ്പ് തൊഴിലാളി മാത്രമല്ല സുഹൃത്തെ, ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ക്ഷേമം ഉറപ്പുവരുത്തേണ്ടതാണ് ഇവിടെയുള്ള ആയുഷ്മാൻ പദ്ധതി, ഇവിടെയുള്ള മുദ്രാ ലോൺ പദ്ധതി, അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതി, അതോടൊപ്പം തന്നെ ഈ പ്രധാനമന്ത്രി ഗ്രാമീണ ആവാസ് യോജന, അർബൻ ആവാസ് യോജന പദ്ധതി. കാരണം അവന്റെ ക്ഷേമം ഉറപ്പുവരുത്തിയാൽ മാത്രമേ അവന് സാമ്പത്തികമായിട്ടുള്ള സ്ഥിരത കൈവരിക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾ ഈ രാജ്യത്തിലെ 40 കോടി ജനങ്ങളെ വീടില്ലാത്തവന്മാരാക്കിയിട്ട് ചേരിയിലേക്ക് മാറ്റിയത് ഞങ്ങളുടെ കുറ്റമല്ല, നിങ്ങളുടെ സർക്കാരുകൾ ചെയ്തതിന്റെ പ്രശ്നമായിട്ടാണ്. ഈ രാജ്യത്തിൽ കുടിവെള്ളമില്ലാത്തവരും വീടില്ലാത്തവരും വീണ്ടെടുത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഈ രാജ്യത്തെ സാധാരണക്കാരെ വീണ്ടെടുത്ത പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഇങ്ങനെ എന്ത് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങ് വിളിച്ചു പറയുന്നത്? ഇത് രാഷ്ട്രീയ പ്രസംഗമല്ല, ഇത് ബഡ്ജറ്റ് ചർച്ചയാണ്. സ്വാഭാവികമായിട്ട് എന്തെങ്കിലുമൊക്കെ വന്നിരുന്ന് വിളിച്ചു പറയുന്നത് 40 ലക്ഷം ആളുകൾ എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്? സ്വാഭാവികമായിട്ട് ഈ രാജ്യത്തെ വീണ്ടെടുത്ത രാഷ്ട്രീയ പാർട്ടി, ഈ രാജ്യത്തെ തിരിച്ചു കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, ഈ രാജ്യത്തെ സാമ്പത്തികമായി തിരിച്ചു കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, സ്വാഭാവികമായിട്ട് ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഏത് സാഹചര്യത്തിലാണ്, ഏത് അവസ്ഥയിലാണ് ഇന്ത്യ രാജ്യം ഉണ്ടായിരുന്നതെന്ന് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരേണ്ട സാഹചര്യമൊന്നുമില്ലല്ലോ. ആ സാഹചര്യത്തിൽ നിന്ന് ഇന്ന് തലത്തിലേക്ക് എത്തിച്ചത്, ഇന്ന് ഈ രാജ്യം കാണുന്ന തലത്തിലേക്ക് എത്തിച്ചത് കോൺഗ്രസിന്റെ സംഭാവനയാണ്. ആർക്കൊരു സംശയം വേണ്ട. ഈ രാജ്യത്തെ സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന പദ്ധതികൾ ഉണ്ടാവുമ്പോ ആ പദ്ധതികൾ ഒന്നും തന്നെ വേണ്ട, ആ പദ്ധതികൾ ഒന്നും തന്നെ അല്ല എന്ന തരത്തിലൊക്കെ അങ്ങ് വിലയിരുത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ പദ്ധതിയെ ഈ രാജ്യത്തെ സാമ്പത്തിക സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ സാമ്പത്തികമായി മുന്നേറ്റം നയിച്ച വലിയ രീതിയിൽ വിപ്ലവം ഉണ്ടാക്കിയ പദ്ധതി, ആ പദ്ധതി ഒന്നുകൊണ്ട് മാത്രമല്ല ഇന്ത്യ ഇത്തരത്തിൽ മുന്നേറിയത്, ഇത്തരത്തിൽ നേട്ടം കൈവരിച്ചതെന്ന് അങ്ങ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞു വെക്കുന്നത്? സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഈ രാജ്യത്തെ സാധാരണക്കാരെ ചേർത്ത് പിടിച്ചതും ഉത്തരവാണ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് BJP സർക്കാർ വീണ്ടും വരുന്നു? ഡിജിറ്റൽ യുഗത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കിയ കാര്യമാണ്. എന്ന് പറഞ്ഞിട്ടാണ്? വികസനം പറഞ്ഞിട്ടാണോ അതോ മതം പറഞ്ഞിട്ടാണോ ഏത് രാഷ്ട്രീയം പറഞ്ഞിട്ടാണ് BJP ഗവൺമെന്റുകൾ കഴിഞ്ഞ 3 ടേമായി തുടർച്ചയായി ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ എത്തുന്നതെന്നൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. സ്വാഭാവികമായിട്ട് അത് വികസന സമയമുണ്ട്. തൗഫീഖ് ഒന്ന് പറഞ്ഞോട്ടെ. തൗഫീഖ് നിങ്ങൾ ഈ പറയുന്നത്, നിങ്ങൾ വൈകാരികമായി പ്രതികരിച്ച ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഈ രാജ്യത്തിന്റെ കാർഷിക മേഖലയായിക്കോട്ടെ, അടിസ്ഥാന മേഖല, എല്ലാ മേഖലയും. ഇപ്പൊ തൊഴിലുറപ്പ് തൊഴിലാളി എന്ന് പറയുന്നത് ഈ കേരളത്തിൽ എത്ര ലക്ഷം തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട്? ഈ രാജ്യത്ത് എത്ര തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വിഹിതം എത്രയാ? അതല്ലല്ലോ രാജ്യത്തിൽ ഞാൻ പറഞ്ഞ അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ നിന്ന് വലിയ പറയുന്ന സമ്പന്നന്മാരുണ്ടാകണം.
മോദി സർക്കാർ വന്നതിന് ശേഷം 1 ലക്ഷം വനിതകൾ കോടിപതിമാരായിട്ടുണ്ട്. അവർ ചെയ്തത് വ്യാവസായികപരമായിട്ട് അവർ ചെറുകിട വാണിജ്യം ചെയ്തിട്ടാണ്, വ്യവസായം ചെയ്തിട്ടാണ്. 1 ലക്ഷം പേരെ കോടിപതിമാരാക്കിയുള്ള സർക്കാരാണ്. അത് 10 ലക്ഷം വനിതകളെ കോടിപതികളാക്കുന്നതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. അങ്ങനെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ പണമാണല്ലോ പ്രശ്നം. ഈ മുദ്രാ ലോണുകൾ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സുഹൃത്തെ. ഈ മുദ്രാ ലോൺ എന്ന് പറയുന്നത് സർവ്വസാധാരണക്കാരായ ജനങ്ങൾക്ക്, അത് പപ്പട നിർമ്മാണമായിക്കോട്ടെ, അച്ചാർ നിർമ്മാണമായിക്കോട്ടെ, ടാക്സി ആയിക്കോട്ടെ, ഒരു 25 ലക്ഷം രൂപയുടെ ഒരു സ്റ്റാർട്ടപ്പ് പദ്ധതി ആയിക്കോട്ടെ, ഇതിന് മുദ്രാ ലോൺ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ നമുക്ക് ശാക്തീകരണം നടക്കുക. നിങ്ങളുടെ കാലഘട്ടത്തിൽ മുദ്രാ ലോൺ എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടായിരുന്നോ? 1 ലക്ഷം രൂപ കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു സർവ്വസാധാരണക്കാരനെ ജനങ്ങൾക്ക്, മൻമോഹൻ സിംഗ് വലിയ എക്കണോമിക് സയന്റിസ്റ്റ് ആയിരുന്നല്ലോ, അദ്ദേഹത്തിന്റെ കാലം 1 ലക്ഷം രൂപ കിട്ടാൻ ഒരു സർവ്വസാധാരണക്കാരന് സാധിക്കാനും ആധാരം പണയം വെക്കണം. ഇപ്പൊ കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടി ആയിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ക്ഷേമത്തിന് 25 ലക്ഷം രൂപ വരെ പദ്ധതികൾക്ക് കൊടുക്കുന്ന പദ്ധതികൾ ഇന്ന് രാജ്യത്തുണ്ട്. നിങ്ങൾ ചെറുകിട കച്ചവടക്കാര് ഇന്ന് ഈ സാധാരണ നമ്മൾ തട്ടുകടക്കാർക്ക് 50,000 രൂപ ഒരു വർഷത്തിൽ കൈവായ്പ നൽകുന്നുണ്ട് പലിശരഹിതമായിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അത് അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നോക്കൂ, അടിസ്ഥാന ജനവിഭാഗത്തിന് വീടുകൾ ഉറപ്പിക്കുന്നു, അവന് തൊഴിൽപരമായിട്ടുള്ള ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ രാജ്യത്തിലെ 1 കോടി യുവാക്കളെയാണ് സ്കിൽ ലേബർമാരാക്കിയിട്ട് വരാൻ പോകുന്ന 4ാം വ്യവസായ വിപ്ലവത്തിന് തയ്യാറാക്കിയിട്ടുള്ളത്. നേരത്തെ നമ്മൾ അവതാരകൻ സൂചിപ്പിച്ചല്ലോ, പ്രധാനമന്ത്രി റോസ്ഗാർ യോജനയിലൂടെ 3 കോടി തൊഴിലുകളാണ് 12 വർഷം കൊണ്ട് ഈ കേന്ദ്ര സർക്കാർ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്. അപ്പൊ നോക്കൂ, എല്ലാ അർത്ഥത്തിലും ഈ രാജ്യത്തിന്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലയിൽ സുസ്ഥിരമായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റമാണ് രാജ്യത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ നമ്മളൊരു സൂപ്പർ പവറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾക്കിടെ യുദ്ധം ഉണ്ടാക്കുന്ന സമയത്ത് പോലും, ഉക്രൈനും റഷ്യ യുദ്ധമുണ്ടായ സമയത്ത് ഇടനിലക്കാരായിട്ട് പോകാൻ പറ്റിയ ഒരു രാജ്യം ഇന്ത്യ മാത്രമേ ഉള്ളൂ. അമേരിക്കയ്ക്ക് പോലും അവിടെ ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുന്നു. ആ മുന്നേറ്റത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യം സാമ്പത്തിക ശക്തിയായി എന്നുള്ളതാണ്. സുസ്ഥിരമല്ലാത്ത, അഴിമതിയില്ലാത്ത, കൃത്യമായിട്ടുള്ള വരവ് ചെലവ് കണക്കുകൾ കൃത്യമാക്കുന്ന ഒരു കേന്ദ്ര സർക്കാരാണ്. ആ വരവ് ചെലവ് കണക്കുകൾ കൃത്യമാക്കുമ്പോഴാണ് കേരളം ഞങ്ങളെ, ഇടതുപക്ഷ സർക്കാർ ഞങ്ങളെ കേന്ദ്രം കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ എന്തുകൊണ്ടാണ്? നോക്ക്, കേരളത്തിൽ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചല്ലോ, അത് പ്രഖ്യാപന പത്രത്തേക്ക് 5 വർഷം കൊണ്ട് പിണറായി വിജയൻ സർക്കാർ അവതരിപ്പിച്ച എത്ര പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്, എത്ര പദ്ധതികൾ ഗുണഭോക്താക്കൾ ഉണ്ടായിട്ടുണ്ട്? കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾക്ക് വികസനം എത്തിയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ട് ഈ കേരളത്തിലെ ചെറുപ്പക്കാരും യുവാക്കളും വനിതകളും വന്നപ്പോഴാണ്. അതുകൊണ്ട് കേരളത്തിന്റെയും രാജ്യത്തിന്റെയും ശാസ്ത്രീയമായിട്ടുള്ള വികസനത്തിൽ നിങ്ങൾ ഈ പ്രതിപക്ഷം ചെയ്യേണ്ടത് ക്രിയാത്മകമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കുകയാണ്. ഈ രാജ്യത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് കൊട്ടിയൊഴിക്കുക, രാജ്യത്തിനെതിരെ പറയുക, ഈ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുക, രാജ്യം എക്കണോമിക് ആയിട്ടുള്ള, നോക്കൂ, ഇപ്പോൾ ഏറ്റവും വലിയ കർഷക ബില്ല് ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ രാജ്യത്തിലെ കർഷകർ 100% വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാക്കേണ്ട കർഷക ബില്ലിനെ ഈ രാജ്യത്തിലെ കർഷകരെ, അത് കോർപ്പറേറ്റുകളായ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ ഡൽഹിക്കകത്ത് കലാപം ഉണ്ടാക്കിയത് ഇവിടുത്തെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയും ഇവിടുത്തെ ഇടതുപക്ഷവുമാണ്. അന്ന് ആ കർഷക ബില്ല് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇടനിലക്കാരുടെ വലിയ ചൂഷണത്തിൽ നിന്ന് ഒരുപക്ഷെ ഇന്ന് കിട്ടുന്നതിന്റെ 10 ഇരട്ടി പണം നമ്മുടെ കർഷകർക്ക് കിട്ടുമായിരുന്നു. പക്ഷെ നിങ്ങളത് ശ്രമിച്ചോ? അപ്പൊ രാജ്യത്തിന്റെ വികസനത്തിന് തുരങ്കം വെക്കുക, രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കുക, രാജ്യത്തിന്റെ ഏതെങ്കിലും തരത്തിൽ ഇവിടെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ സുസ്ഥിരമായിട്ടുള്ള വികസനത്തെ തകർക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് പറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രതിപക്ഷമാണ് ഈ രാജ്യത്തുള്ളത്. അപ്പൊ അങ്ങനെയുള്ള നിങ്ങളിങ്ങനെ പലതും പറഞ്ഞ് ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറയുന്നത് പോലെ ഈ മറ്റേ പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള അന്തരമൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന് കേന്ദ്ര സർക്കാരിന്റെ നേട്ടം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഈ രാജ്യത്തിലെ ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ BJPയുടെ വലിയ തിരിച്ചുവരവിന് കാരണം അവിടുത്തെ പാവപ്പെട്ടവന്റെ ക്ഷേമത്തിന് വേണ്ടി ആ സർക്കാർ, ഈ കേന്ദ്ര സർക്കാർ നിലകൊണ്ടു എന്നുള്ളതാണ്. അടിസ്ഥാന ജനവിഭാഗത്തിന് വീട് കിട്ടുമ്പോഴും, അവന് കുടിവെള്ളം കിട്ടുമ്പോഴും, അവനെ സംബന്ധിച്ചിടത്തോളം അവന് തൊഴിൽപരമായിട്ടുള്ള ലോണുകൾ കിട്ടുമ്പോഴും, അവൻ അതിൽ മുന്നേറ്റം ഉണ്ടാകുമ്പോഴും, അവൻ പദ്ധതികളുടെ ഭാഗമായിക്കൊണ്ട് അവന്റെ ജീവിത നിലവാരം ഉയരുമ്പോഴും, അവന്റെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമ്പോഴും സ്വാഭാവികമായിട്ട് അവർ BJPക്ക് വോട്ട് ചെയ്യും. അതിനെ നിങ്ങളിങ്ങനെ ഈ വർഗീയത പറഞ്ഞിട്ടാണ് കലാപങ്ങൾ ഉണ്ടാക്കിയതെന്നൊന്നും പറയേണ്ട. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. കൃത്യമായ വികസനത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഭരണമാണ് കേന്ദ്ര സർക്കാർ വിഭാവന ചെയ്യുന്നത്. അതിന്റെ നേട്ടം സർവ്വസാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഇനിയും കിട്ടും, അത് ഒരു സംശയം വേണ്ട. അതുകൊണ്ടാണ് 2047 കൂടി നമ്മൾ വികസിത ഭാരതമാകും, ലോകത്തിലെ നമ്പർ 1 രാജ്യമായിട്ട് നമ്മൾ മാറാൻ 2035 വരെ നമുക്ക് കാത്തിരിക്കേണ്ടതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ പ്രിന്റു, തൗഫീഖിലേക്ക് പോവുകയാണ്. ശ്രീ തൗഫീഖ് രാജൻ, നമ്മൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ
നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമുള്ള ചില ഉദാഹരണങ്ങൾ മാത്രം. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ്, നമ്മുടെ രാജ്യത്തിനെ തന്നെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയുടെ തറക്കൽ എന്നിട്ടതാണ്. അത് യാഥാർത്ഥ്യമാക്കാൻ നരേന്ദ്രമോദി വേണ്ടി വന്നു. അത് അംഗീകരിച്ചേ പറ്റൂ, എതിരാളികൾ പോലും അംഗീകരിക്കുന്നതാണ്. ഇപ്പോൾ ആലപ്പുഴ ബൈപ്പാസ് KC വേണുഗോപാലിൻ്റെയൊക്കെ നാടാണല്ലോ, അദ്ദേഹം പ്രതിനിധീകരിച്ച ലോക്സഭാ മണ്ഡലമൊക്കെയാണ്. ഏതാണ്ട് 80കളുടെ അവസാനത്തിൽ, അതായത് 90കളുടെ ആദ്യം തറക്കല്ലിട്ട പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് 2021 മോദി സർക്കാർ വേണ്ടി വന്നു എന്നുള്ളതാണ്. അത്യാധുനിക റോഡുകൾ ഗ്രാമീണ മേഖലകളിൽ പോലും ഇന്ന് കേരളത്തിൽ നമുക്ക് റബ്ബറൈസ്ഡ് റോഡുകൾ കാണാൻ കഴിയുന്നുണ്ട്. അതെല്ലാം 2014 ശേഷം സംഭവിച്ചതാണ്. ഏതാണ്ട് 8 കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്ന് 2ാം UPA സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെല്ലാം ആ മന്ത്രിസഭയുടെ ഭാഗമായിരുന്നു. അന്നൊന്നും കേരളത്തിന് ലഭിക്കാത്തത് 2014 ശേഷം ലഭിച്ചു എന്ന വസ്തുത താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ഇവിടെ അങ്ങ് സൂചിപ്പിച്ചു 8 കേന്ദ്രമന്ത്രിമാരുള്ള ഘട്ടത്തിൽ തന്നെയാണ് കേരളത്തിന് അർഹമായിട്ടുള്ള പരിഗണനകളൊക്കെ ലഭിച്ചിട്ടുള്ളതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങ് സൂചിപ്പിച്ചു. അദ്ദേഹം AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് നിലവിൽ. അദ്ദേഹം ആലപ്പുഴയ്ക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ബൈപ്പാസ് അല്ലെങ്കിൽ മേൽപ്പാലം അടക്കം നമ്മൾ കണ്ടതാണ്. ഏറ്റവും അഭിമാനപൂർവ്വം തലയുയർത്തി നിൽക്കുന്ന ഒരു മേൽപ്പാലമാണ് അല്ലെങ്കിൽ ബൈപ്പാസാണ് ആലപ്പുഴയിൽ ഇപ്പോൾ പോയാൽ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് പദ്ധതി പൂർത്തിയാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അതിനുള്ള ഇടപെടൽ ഇവിടെ കേന്ദ്ര സർക്കാർ ഏത് തരത്തിലാണ് അതിനെ പിന്തുണച്ചത്, അല്ലെങ്കിൽ മാറി വന്ന സർക്കാർ ഏത് തരത്തിലാണ് അതിനെ പിന്തുണച്ചത് എന്നൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയതാണ്. സംസ്ഥാനത്ത് ഇവിടെ ഭരിക്കുന്നൊരു പാർട്ടി അല്ലെങ്കിൽ സംസ്ഥാനത്തെ സർക്കാർ പറയുന്നതിന് മറുവശമാണ് അങ്ങും പറഞ്ഞത്. ഇവിടെ എല്ലാം തങ്ങളുടെ ഗുണം കൊണ്ടാണ് ഇതൊന്നും ഈ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്ത അല്ലെങ്കിൽ പദ്ധതി നടപ്പാക്കാൻ 90ൽ തറക്കല്ലിട്ട പദ്ധതി 2021 നരേന്ദ്രമോദി വേണ്ടത് എങ്ങനെയാണ്? തൗഫീഖ്, എന്റെ സംശയം, എന്റെ സാധാരണക്കാരൻ, കേരളത്തിലെ ഒരു സാധാരണക്കാരനുണ്ടാകുന്ന സംശയമാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. 89ൽ തറക്കല്ലിട്ട പദ്ധതി 2021 ഉദ്ഘാടനം ചെയ്യുന്നതെങ്കിൽ അത് കഴിവുകേടാണ്. 90കൾ മുതൽ കേന്ദ്രം ഭരിച്ചതും കേന്ദ്രവും കേരളവും ഒക്കെ നിങ്ങൾ ഒരുമിച്ച് ഭരിച്ചിട്ടില്ലേ? അന്നൊന്നും ഇത് യാഥാർത്ഥ്യമായില്ലല്ലോ. ഒരുമിച്ച് ഭരിക്കുന്നതൊക്കെ നിങ്ങളാണല്ലോ. CPM BJP ആണ് കേരളത്തിലൊക്കെ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തൊക്കെ ഒന്നിച്ച് ഭരിക്കുന്നത്. അത് ഇന്ത്യ സഖ്യത്തെ പറ്റി എല്ലാവർക്കും അറിയാം. അതിനെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ട. ആര് തമ്മിലാണ് ഡീലെന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ഇവിടെ പ്രശ്നം? വികസനമാണ്. വികസനവും അത് എല്ലാ തലത്തിലുള്ള ആളുകൾക്കും ഉണ്ടാവണം. അത് ഞാൻ മുൻപ് സൂചിപ്പിച്ചു. ഇവിടെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും, അത് പണമുള്ളവനും പണമില്ലാത്തവനും സാധാരണക്കാരനും വ്യവസായികൾക്കും എല്ലാവർക്കും ലഭിക്കുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. ഇവിടെ അങ്ങ് സൂചിപ്പിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടായി. ഇവിടെ മോദി സർക്കാർ വന്നതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം നടപ്പായത്. മോദി സർക്കാർ വന്നതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ എല്ലാം ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഇന്ത്യ രാജ്യത്ത് ഇതൊക്കെ ഉണ്ടായത് മോദി സർക്കാർ ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന തരത്തിൽ അതിൻ്റെ പേറ്റൻ്റ് എടുക്കരുത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ പേറ്റൻ്റ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ നിരീക്ഷിക്കുന്ന ആളുകളുണ്ട്, ഇതൊക്കെ വിലയിരുത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ വിലയിരുത്തുന്ന ആളുകൾ അതിന് കൃത്യമായി നിങ്ങളുടെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാർക്കിടും. ഞാൻ പറയുന്നതിനും അവർ വിലയിരുത്തിക്കോട്ടെ, ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെ എത്തരത്തിലാണ് ഇന്ത്യ രാജ്യം തിരിച്ചു വന്നത് എന്ന അടക്കം ഉദാഹരണം ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായി മാറുകയാണ്. വലിയ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ച് ലോക സാമ്പത്തിക മാധ്യമത്തെ അടക്കം അഭിമുഖീകരിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ തലയെടുപ്പോടെ പിടിച്ചു നിന്ന് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അതങ്ങ് മറന്നു പോകരുത്. ഇവിടെ കടം കൊടുക്കാം എന്ന ആർജവത്തോടു കൂടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രിയുടെ പേര് അത് മൻമോഹൻ സിംഗ് എന്നുള്ളതാണ്. അത് അങ്ങ് മറന്നുകൊണ്ട് സംസാരിക്കരുത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ ഈ രാജ്യത്ത് ഒരു തിരിച്ചുവരവ് നടത്തിയത്, ഈ രാജ്യത്തിന് സ്റ്റാൻഡ് ഉണ്ടാക്കി കൊടുത്തത്, ഈ രാജ്യത്തിൻ്റെ തലയെടുപ്പോടു കൂടി നിൽക്കാൻ അവസരമൊരുക്കിയത് മൻമോഹൻ സിംഗിൻ്റെയും UPAയുടെയും ഒക്കെ ഭരണ കാലഘട്ടത്തിലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ മാറി വന്ന ഗവൺമെൻറ്റുകൾ, സ്വാഭാവികമായിട്ടും മാറി വന്ന ഗവൺമെൻറ്റുകൾ കഴിഞ്ഞ 15 വർഷക്കാലമായി ഇവിടെ ഭരിക്കുക എന്ന് കഴിഞ്ഞ 15 വർഷക്കാലമായി ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. അപ്പോൾ അങ്ങ് സൂചിപ്പിച്ചു ഇതൊക്കെ വികസന നേട്ടം ഒന്നുകൊണ്ട് മാത്രമാണ് ഇവർ അധികാരത്തിൽ വന്നത് എന്ന് അങ്ങ് പറഞ്ഞു വെക്കുന്നിടത്താണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട സംശയം. കഴിഞ്ഞ തവണ ഏറ്റവും ഒടുവിലത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒറ്റകക്ഷിയായി മാറാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നോ? രണ്ടാമത് വരുന്ന സാഹചര്യത്തിൽ BJP ഒരു ഭരണവിരുദ്ധ വികാരവും ഇല്ല എന്നതിന്റെ സൂചനയാണ് ആ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നത്. കോൺഗ്രസിന് എത്ര സീറ്റ് ഉണ്ടായിരുന്നു? കോൺഗ്രസിന് എത്ര സീറ്റ് ഉണ്ടായിരുന്നു? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായോ? കോൺഗ്രസിന് എത്ര സീറ്റ് ഉണ്ടായിരുന്നു? കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആരാണെന്നും ഒക്കെ നമുക്ക് വളരെ കൃത്യവും വ്യക്തമായി അറിയാം. എല്ലാ തലത്തിലുമുള്ള ആളുകൾ വേണം, കോർപ്പറേറ്റുകൾ വേണം, സാധാരണക്കാർക്ക് വേണ്ടി സാധാരണക്കാർ ഉണ്ടാവണം, സാധാരണക്കാർ അവരുടെ അവസ്ഥ മെച്ചപ്പെടുത്തണം. ഇപ്പോൾ ഞാൻ കടന്നു വരുന്ന ഞാനൊരു ഓട്ടോ റിക്ഷ ഡ്രൈവർ ആയിരുന്ന ഒരാളുടെ
മകനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കറിയാം എൻ്റെ പഠനം, എൻ്റെ ജീവിത ചെലവ്, ഞാൻ മുന്നോട്ട് പോകുന്ന സാഹചര്യം, സ്വാഭാവികമായിട്ട് ഇവിടെ വ്യവസായികളുള്ള ആളുകൾ അത് താഴെ തലത്തിലേക്ക് അവസരം ഒരുക്കുമ്പോഴാണ് ഇവിടെ കോർപ്പറേറ്റുകൾ മുതൽ ഓട്ടോറിക്ഷ തൊഴിലാളിയായിട്ടുള്ള ആൾ വരെ, ഇല്ലെങ്കിൽ കർഷക തൊഴിലാളിയായിട്ടുള്ള ആൾ വരെ ഇവിടെ എത്തുമ്പോഴാണ് അതിനുള്ള റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ കഴിഞ്ഞ കുറേ കാലമേ അങ്ങ് സൂചിപ്പിച്ചു കേരളത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് എത്തിയാൽ അത് ഏതായാലും നന്നായി. ഇവിടെ എയിംസ് വരും. ഇവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരാണ്? അങ്ങ് സൂചിപ്പിക്കാവോ ഗൗതം? ആരാണ്? ഇവിടെ കേന്ദ്ര സർക്കാരാണ് കഴിഞ്ഞ 15 വർഷമായി എയിംസ് ഇന്നല്ല നാളെ വരും എല്ലാ ബഡ്ജറ്റുകളിലും പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ 15 വർഷമായി എയിംസ് വരും എന്ന്. ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എയിംസ് വന്നോ? ഇവിടെ സുരേഷ് ഗോപി ഒരു അഭിപ്രായം പറയും, BJP സംസ്ഥാന പ്രസിഡന്റ് മറ്റൊരു അഭിപ്രായം പറയും. ഇത്തരത്തിലുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കേരളത്തിനും വികസനം ഉണ്ടാവണം. കേരളം അടക്കം എയിംസ് വരും എന്ന് വരും സുഹൃത്തെ, എന്തുകൊണ്ടാണ് പറയുക എയിംസ് വരും എന്ന് എത്ര കാലം മുതലാണ് അങ്ങ് പറയുന്നത്? എല്ലാ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും വരേണ്ടതായിട്ടുണ്ട്.